ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലാമീസ് വ്ലോഗ്. ലാമീസ് വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നിങ്ങളിൽ പലരും നേരിടുന്നൊരു വലിയ പ്രശ്നമായിരിക്കില്ലേ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോകുന്ന അവസ്ഥ. ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്താണെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മുടിക്കായ എന്ന് പറയുന്നൊരു ഫംഗസ് നമ്മളെ മുടിയിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ടാവും. ആ ഒരു അവസ്ഥ വരുന്ന സമയത്താണ് നമ്മളെ മുടി പൊട്ടിപ്പോവുക അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോവുക ഈ ഒരു അവസ്ഥ വരുന്നത് കേട്ടോ. മുടിക്കായ വരാനുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് നമ്മൾ മുടി നന്നായിട്ട് ശ്രദ്ധിക്കാതെ വരിക, അതുപോലെ തന്നെ നനഞ്ഞ മുടി കെട്ടിയിടുക, മുടി ചീകാതിരിക്കുക, ഈ ഒരു അവസ്ഥയൊക്കെ വരുന്ന സമയത്താണ് മുടിക്കായ വരുന്നത്. മുടിക്കായ വന്നവർക്ക് മുടിക്കായയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് 4-5 ടിപ്സ് ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടിപ്പ് വന്നിട്ട് നമ്മൾ ഉലുവ നമ്മൾ തലേന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവ അതുപോലെ തന്നെ സവാളയാണ്. മിക്സിയുടെ ജാറിലേക്ക് ഉലുവ ഇട്ടിട്ട് ഉലുവയുടെ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ സവാള അരിഞ്ഞതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കണേ. നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം നമ്മളിത് തലയിലിട്ട് കൊടുക്കാവുന്നതായിട്ട് ഒരു പാക്കായിട്ട്. പിന്നെ വന്നിട്ട് അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഉള്ളിയാണ്. വലിയ ഉള്ളിയും അതുപോലെ തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായി അരച്ചെടുക്കുന്നുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ടോ. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തലയിൽ മുടിക്കായ ഉള്ള ഭാഗങ്ങളിലായിട്ട് നമുക്കിത് തേച്ച് കൊടുക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് റിസൾട്ട്. പിന്നെ വന്നിട്ട് നമ്മളുടെ ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇഞ്ചി നീര് തലയിലാക്കിയാൽ നല്ലതാട്ടോ മുടിക്കായക്ക്. അതും ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് രീതിയിലാക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ശേഷം നമ്മൾ ഇതും നല്ല പേസ്റ്റ് രീതിയിലാക്കിയതിന് ശേഷം നമ്മൾ ഈ ഇഞ്ചിയുടെ നീര് നമ്മൾ തലയിലാക്കി കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു പേക്കാട്ടോ ഈ മുടിക്കായക്ക്. പിന്നെ വന്നിട്ട് നമ്മൾ ഇഞ്ചി നല്ലൊരു ഔഷധമാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഇഞ്ചി പല അസുഖങ്ങൾക്കും നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഈ പീരീഡ്സിൻ്റെ സമയത്ത് ഇറഗുലറായിട്ടുള്ള പീരീഡ്സൊക്കെ വരികയാണെങ്കിലൊക്കെ നമ്മൾ ഇഞ്ചി നീര് കുടിക്കാറുണ്ട് അല്ലേ. പിന്നെ വന്നിട്ട് നമ്മൾ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. അതായത് ഉള്ളിയല്ല, വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. വെളുത്തുള്ളി നമ്മൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് കുത്തി ചീക്കുക. അതായത് ഇതിൻ്റെ വെള്ള നീര് പോലെ എടുക്കാതെ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു കല്ലോ അല്ലെങ്കിൽ അമ്മിയുടെ കുട്ടിയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കുത്തിയിട്ട് ഒന്ന് ചതച്ചിട്ട് നമ്മളിത് തലയിൽ തേച്ച് കൊടുത്താൽ മുടിക്കായയിൽ നിന്ന് നമുക്ക് രക്ഷ നേടട്ടോ. അപ്പോൾ ഇത്രയും ടിപ്സാണ്. മുടിക്കായ ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്സുകളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. റിസൾട്ട് നിങ്ങൾക്ക് അടിപൊളിയായിരിക്കും. ഇത് ഡെയിലി ഒരു പാക്കാക്കി ഇടുന്നതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഡെയിലി എല്ലാവർക്കും ഇപ്പോൾ ഈ ഒരു പാക്ക് ഇടാൻ സമയമൊന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല. അതുകൊണ്ട് നിങ്ങളൊരാഴ്ചയിൽ ഒരു ദിവസമോ അല്ലെങ്കിൽ ഒന്നരാടനൊക്കെ ഇത് കുളിക്കുന്നതിൻ്റെ ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ എല്ലാ പരീക്ഷണങ്ങളും എല്ലാം കൂടെ ഒരു ദിവസം നിങ്ങൾ പരീക്ഷിക്കരുത് കേട്ടോ. എല്ലാം കൂടെ ഒരു ദിവസം പരീക്ഷിക്കാൻ നിൽക്കരുത് കേട്ടോ. നിങ്ങൾ മുടിക്കായ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ ഒരു ദിവസം പരീക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് വേറെന്തെങ്കിലും ആയിത്തീരും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോന്ന് അല്ലെങ്കിൽ ആഴ്ചയിൽ ഓരോന്ന് അങ്ങനെ പരീക്ഷിക്കണം കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ആക്കി നോക്കട്ടെ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം. ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിരിക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ അമർത്തിയാൽ നമ്മളെപ്പം വീഡിയോ അപ്ലോഡ് ചെയ്താലും അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാവുന്നതാണ്.